എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെള്ളക്കടല കുറുമയാണ് കേട്ടോ. രാവിലത്തേക്കൊക്കെ നമുക്ക് എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൻ്റെ കൂടെയും അപ്പവും ഇടിയപ്പവും ചപ്പാത്തി എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു വെള്ളക്കടലക്കറിയാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ വെള്ളക്കടല വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ 250 ml കപ്പിൽ 1 കപ്പ് വെള്ളക്കടല ഇതുപോലെ ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കടല ഞാൻ ഓവർനൈറ്റ് കുതിർത്തി എടുത്തിരിക്കുന്നതാണ്. ഇനി ഇതുപോലെ നമുക്കൊരു കുക്കറാണ് വേണ്ടത്. ഈ ഒരു കുക്കറിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലുള്ള കറികളൊക്കെ നമ്മൾ വെക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. എണ്ണയൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 3 ഗ്രാമ്പു 3 ഏലക്കായ ഇതുപോലൊരു കറുവപ്പട്ട ഇത് നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള കുരുമുളകും 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഇത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇത് 2 മീഡിയം വലിപ്പമുള്ള സവാള തിരപ്പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4 പച്ചമുളകും ഒരു 2 കറിവേപ്പിലയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു സവാള നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുത്ത് സവാള അത്യാവശ്യം ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ ഒരു വെള്ളക്കടല കുറുമയാണ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ വെള്ളക്കടല മാത്രം വെച്ചിട്ട് നമുക്ക് ഈ ഒരു കറി റെഡിയാക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് കുറച്ചും കൂടി ഒരു കൊഴുപ്പ് ഒരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. വെള്ളക്കടല മാത്രം വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു 1-2 മിനിറ്റോളം ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ഒരു വെള്ളക്കടല മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. 1 കപ്പ് വെള്ളക്കടലയാണ് നമ്മൾ കുതിരാൻ ഇട്ടിരുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളക്കടലയ്ക്ക് 3 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ഉപ്പ് നോക്കണം കേട്ടോ. കാരണം നമ്മൾ വെള്ളക്കടല വേവിക്കാൻ വെക്കുന്ന ഒരു സമയത്ത് തന്നെ കറക്റ്റ് ഒരു ഉപ്പ് ചേർത്ത് കൊടുത്താലേ ഈ ഒരു കടല വെന്ത് വരുമ്പോഴത്തേക്കും കടലയിൽ കറക്റ്റ് ഒരു ഉപ്പ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കണം. കുക്കർ അടച്ച് വെച്ച് കൊടുത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു 4-5 വിസിലടിക്കുമ്പോഴത്തേക്കും നമുക്ക് കടല നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഒരു കടല വേവുന്ന സമയം കൊണ്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് നമ്മളങ്ങ് കുത്തി നിറച്ചങ്ങ് തേങ്ങ എടുക്കണ്ട. ഏകദേശം ഒരു 4-4 ടേബിൾ സ്പൂണോളം തേങ്ങ ഉണ്ട് ഇത്. ഇതിലേക്ക് ഒരു 8-10 കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 3/4 ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് നമുക്ക് പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു 4-5 വിസിലായപ്പോഴത്തേക്കും എനിക്കിപ്പോൾ ഈ ഒരു കടല നന്നായിട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടല ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആ ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു അരപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ഒരു അരപ്പ് കഴുകിയ കുറച്ചൊരു വെള്ളം കൂടെ മാത്രമേ ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ നമ്മളൊരു ആദ്യം ഒഴിച്ചു കൊടുത്തൊരു 3 കപ്പ് വെള്ളം തന്നെയാണ് കേട്ടോ ഇത്. ഇനി ഇത് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാല ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ ഇതുപോലെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക. നല്ല പോലെ തന്നെ ഇളക്കി ഒരു കറിയൊക്കെ ചൂടായി ഒന്ന് അത്യാവശ്യം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം. അതിനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 3-4 ചെറിയുള്ളി ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും 2-3 വറ്റൽ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയുടെ പകുതി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ ഒരു തക്കാളിയും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ഈ ഒരു കറിക്കൊക്കെ തക്കാളി ഇതുപോലെ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കുന്ന സമയത്ത്. തക്കാളി അല്ലാതെ നമ്മളിട്ട് വേവിക്കരുത്. ഇതുപോലെ ലാസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കറിക്ക്. അപ്പോൾ ഒരു പകുതി തക്കാളി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ ഈ ഒരു കറിക്കൊക്കെ നമ്മൾ ലാസ്റ്റ് കുറച്ച് മല്ലിയില ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല
അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു വെള്ളക്കടല കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു രീതിക്ക് വെള്ളക്കടല വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഇടിയപ്പമാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇടിയപ്പവും അപ്പവും ചപ്പാത്തിയും എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ്. അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.